അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ലാംഗ്വേജിൻ്റെ. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ സംസാരിക്കാനായിട്ടുള്ളൊരു ഭയം മലയാളികൾക്കുണ്ട്. അപ്പോൾ റഹ്മത്തിന് അവിടെ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം? എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് ഈ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രൊണൗൺസിയേഷൻ, അല്ലെങ്കിൽ എൻ്റെ വൊക്കാബുലറി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആക്സെൻറ്റ് തെറ്റോ എന്താണ് ഏതാണെന്നൊക്കെ കൂടുതൽ ഇതാക്കുക നമ്മളെ മലയാളികളുടെ ഉള്ളിലുള്ള ഒരു ഇതാണ്. കാരണം നമ്മളെ ചുറ്റുമുള്ള മലയാളികൾ നമ്മളെ തളർത്തി ഇല്ലാണ്ടാക്കും. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഞാൻ പൊതുവേ ഇൻ ജനറലായിട്ട് ഞാൻ എൻ്റെ കോച്ചിങ് ഇതിൽ പൊതുവേ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഈവൻ ലീഡേഴ്സ്, പല ലീഡേഴ്സുകൾ നമ്മളോട് പറയാറുണ്ട്, ഐ ഡോണ്ട് ഫീൽ കോൺഫിഡൻറ്റ് ഇൻ ദ വേ ഐ സ്പീക്ക്. സോ പക്ഷേ ഒരു അമേരിക്കൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവണം, അതാണ് ഏറ്റവും ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളവിടെ ഒരു അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നോ അങ്ങനെയൊന്നും ചെക്ക് ചെയ്യാറില്ല അവര്. ഞാൻ തെറ്റോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവോ, അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും പറഞ്ഞ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എന്തായിട്ടും ഈ ഭയം പല രീതിയിൽ വന്നേക്കാം. സോ ഇത് കേട്ടോണ്ടിരിക്കുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് മറ്റേ വ്യക്തിക്ക് തെറ്റാതെ പറയാൻ പറ്റും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത്. സെക്കൻഡ്ലി ഇതൊക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതിൽ പലപ്പോഴും മറ്റുള്ളവരെന്താ വിചാരിക്കുക, അത് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണ്. അയ്യോ ഞാനും മലയാളിയാന്ന് ആൾക്കാർ അറിയില്ലേ, എൻ്റെ ആക്സെന്റ്. സോ നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ എന്തായിട്ടും ഈ പൊട്ടറ്റോ വായിലിട്ടോ പോലെ എന്നൊക്കെ. സോ നമ്മളെ ഐഡന്റിറ്റിയാണ് അവിടെ കളയുന്നത്, നമ്മൾ ബാക്കിയുള്ളവരുടെ ഐഡന്റിറ്റിയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. സോ അർഷാദ് ബ്രോ എന്താണോ അത് അർഷാദ് ബ്രോ ആയി നിന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ എന്താണോ ഞാൻ എന്തായിരുന്നു, അപ്പോഴാണ് നമുക്കൊരു ജെന്വിൻ ആയിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിപക്ഷവും മലയാളികളാണ് മറ്റൊരു മലയാളിയുടെ ഇംഗ്ലീഷിനെ പറ്റി കൂടുതലായിട്ട് തെറ്റാണെന്ന് പറയാറ്. നേരെ മറിച്ച് നമ്മളവിടെ ലോക്കലായിട്ടുള്ള അമേരിക്കൻസിനോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളവിടുത്തെ ബേസിക് ആയിട്ടുള്ള കസ്റ്റമർ സർവീസോ, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോഴോ ഒന്നും ഇത്ര അധികം പ്രശ്നമില്ല. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളെ കാര്യങ്ങൾ നടത്തുന്നു, വരുന്നു. പിന്നെ റീഡിങ് റൈറ്റിംഗ് ആൻഡ് ഓൾ ഇസ് ഡിഫറെൻറ്റ്. പിന്നെ സ്റ്റുഡൻസ് ആയി പോകുമ്പോൾ അതിന് ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വേറൊരു വ്യക്തിനോട് ഞാൻ തെറ്റോ ഞാൻ തെറ്റില്ലേ എന്നുള്ള ആ ഭയങ്ങളൊക്കെ മാറ്റിയിട്ട് മറ്റേ ആൾക്ക് ഞാൻ പറയണം മനസ്സിലാവണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയോളം ഈ പ്രശ്നം മാറാൻ പറ്റും എന്നാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഓരോരോ ഫെസ്റ്റിവലിനൊക്കെ ഓരോരോ പരിപാടികളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമേരിക്കയിൽ ഇതുപോലുള്ള മലയാളികളുടെ കൂട്ടായ്മകളോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ?